അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും പ്രിയം നിറഞ്ഞ വിശ്വാസിനികളെ, ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കൽ ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലയുടെ അടുക്കലേക്ക് ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും മക്കളില്ലായ്മയുടെയും പരാതികൾ പറഞ്ഞു വന്ന 4 വ്യക്തികളോട് അദ്ദേഹം നിഷ്കർഷിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പാപമോചനത്തെ ചോദിക്കാനാണ്. ഈ ഒരു രംഗം വീക്ഷിച്ചു കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ റബിയ ബിൻ സബീഹ് റഹിമഹുല്ലാ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സൂറത്തുൻ നൂഹിലെ ഏതാനും വചനങ്ങൾ അദ്ദേഹം പാരായണം ചെയ്യുന്നുണ്ട്. ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനത്തെ ചോദിക്കുക, കാരണം അവൻ ഏറെ പൊറുക്കുന്നവനാകുന്നു. യുർസിലി സമാ അലൈക്കും മിദ്റാറ. അങ്ങനെ നിങ്ങൾ അവനോട് പാപമോചനത്തെ ചോദിച്ചാൽ അവൻ നിങ്ങൾക്ക് മഴ വർഷിപ്പിക്കുകയും വയുംദിദുക്കും ബി അംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ. സ്വത്തുക്കളെ കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും നിങ്ങളെ പോഷിപ്പിക്കുകയും നിങ്ങൾക്ക് അരുവികളും തോട്ടങ്ങളും അവൻ ഉണ്ടാക്കിത്തരികയും ചെയ്യും. ഈ ഒരു വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇസ്തിഗ്ഫാർ എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു ഇബാദത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞുവല്ലോ, വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പാപമോചനത്തെ ചോദിക്കുന്നവരായിരിക്കും. മാത്രവുമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വല്ലാഹി ഇന്നി ല അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി ഫിൽ യൗമി അക്തറ മിൻ 70 മറ. ദിനേന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 70-ൽ പരം തവണ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പാപമോചനത്തെ ചോദിക്കാറുണ്ടായിരുന്നു. പാപങ്ങളിൽ നിന്ന് വിമുക്തനാക്കപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും തൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഈ ഒരു പ്രവർത്തനത്തെ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ, ഈ ഒരു റമദാൻ മുതൽ ഈ ഒരു പ്രവർത്തനത്തെ നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.